ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ അറിയാലോ, നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ. അപ്പോൾ എന്നും ഇത്ര നേരത്തെ എണീക്കില്ല, പക്ഷേ അന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഇത് 1-ാം തീയതിക്കത്തെ കേട്ടോ. അപ്പോൾ അന്ന് നേരത്തെ എണീറ്റ് അന്ന് പൊറാട്ട ഉണ്ടാക്കാൻ കരുതിയിട്ടാണ് നേരത്തെ എണീറ്റത്. അപ്പോൾ പൊറാട്ട ആദ്യമായിട്ട് ഉണ്ടാക്കണം. പൊറാട്ട ഒന്നും ആയിട്ടില്ല സത്യത്തിൽ, അതിൻ്റെ കഥ വേറെ ഉണ്ട്. അപ്പോൾ അതിനുള്ളത് കുഴച്ചൊക്കെ വെച്ച് സെറ്റാക്കി നമ്മൾ മീൻ തലേന്ന് മേങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അത് നന്നാക്കി എന്താ പറയുക, കറി വെക്കാൻ നിൽക്കുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഉച്ചക്കൊക്കെ ഉള്ളതും അങ്ങനെ ഒന്നായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്കുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി നമ്മൾ കറി വെക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ചെറുക്കൊക്കെ നല്ല ഉറക്കമാണ് ആ ടൈമിൽ, കാരണം തണുപ്പല്ലേ ഇപ്പോൾ ഒന്നാമത്. അപ്പം അവൻ നല്ല ഉറക്കമാണ്. എണീറ്റാൽ പിന്നെ ഒന്നിനും പറ്റില്ല, അതുകൊണ്ടാണ് നേരത്തെ കാലം ചെയ്യണത് കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയാക്കി കറി വെക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ കറി തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിലിട്ട് മീനൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ പൊറാട്ടയ്ക്കുള്ള സാധനമൊക്കെ ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ. സത്യം പറയാലോ, ഇതിൻ്റെ ഒരു ABCD എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ എന്താ പറയുക, അങ്ങനെയൊന്നും ആയില്ല, അതാണ് സത്യം. പിന്നെ ജനലൊക്കെ തുറന്നിട്ടു. ആ ടൈമിലുള്ളൊരു വ്യൂ ആട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഒരു വെയിൽ കാണുക കേട്ടോ. പക്ഷെ അത് അങ്ങനെ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, എന്നാലും നമ്മൾ വീഡിയോക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടതാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ഒന്ന് പോയി ക്ലീനാക്കി. അപ്പോഴേക്കും എന്താ പറയുക, കെട്ടിയവൻ്റെ പണിക്കൊക്കെ പോയിട്ടോ. അപ്പോൾ ആ സമയം പോയ സമയം നമ്മളതൊക്കെ ക്ലീനാക്കി വെച്ചു റൂം. പിന്നെ ചായയുടെയും ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെറുക്ക് രണ്ടാമത് ഉറക്കമായിട്ടോ. അതിൻ്റെ മുമ്പ് എണീറ്റ് വന്ന് അതിൻ്റെ ഇടയിൽ ഉമ്മ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവൻ വീണ്ടും ഉറങ്ങിയിട്ടോ. അങ്ങനെ ചോറ് കുറച്ച് നേരത്തെ തീമിടാമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ അരിയൊക്കെ എടുത്ത് എന്താ പറയുക, അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ചോറ് വെക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ കുക്കറിലാണ് വെക്കണത്, കാരണം എന്താ പറയുക, അടുപ്പ് കുറച്ചൊന്ന് ശരിയാക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണ്. സോ നമ്മളിത് ക്ലീനാക്കലാണ് കേട്ടോ. ആദ്യം അടിച്ച് വാരി പിന്നെ തുടച്ച് ക്ലീനാക്കി വെച്ചു. ഓരോ ദിവസം ഓരോ സമയം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ അരിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറായി ഊറ്റുന്നുണ്ട്. അങ്ങനെ ആ ഉള്ളിയൊക്കെ ചതച്ച് നല്ല ചമ്മന്തി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ പോയി പെട്ടെന്ന് കുളിച്ചു. അതിൻ്റെ ഇടയിൽ അവൻ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് സലാഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ എനിക്കും തരുന്നതാണ് കേട്ടോ അത്. അങ്ങനെയാണ്, അവന് എന്ത് കിട്ടിയാലും ഒപ്പം ആരുള്ളത് അവർക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ ഉമ്മ ഒന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല, ചോറ് വൈകിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ടിഫിനിലാക്കി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അവിടെ എന്താ പറയുക, ക്ലീനാക്കി വെക്കാൻ നിന്നു കേട്ടോ. പിന്നെ നമ്മളവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. നമുക്ക് അങ്ങനെ തന്നെയല്ലോ, പെണ്ണുങ്ങളായാലും അങ്ങനെയാണ്. എന്താ പറയുക, അവിടെ ഒരു എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്താൽ പിന്നെ അവിടെ ഒന്ന് ക്ലീനാക്കി വെക്കണം, എൻ്റെ ഒരു ഇതാ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉമ്മാക്ക് ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ. ചെറുക്കനെയും കൊണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കളിയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നോക്കിയിരിക്കണം കളിക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം എനിക്ക് ഉറങ്ങി തോന്നുന്നു. ആ സമയത്തോട്ട് എനിക്ക് ഓർമ്മയില്ല, ഇല്ല ഉറങ്ങിയിട്ടില്ല. അതിനിടയിൽ പപ്പടം ഒരിക്കലും അവന് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഞാനും ഫുഡ് കഴിച്ചു. അങ്ങനെ ഉറക്കം വന്നപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോയി കണ്ട്. പിന്നെ എണീറ്റിട്ട് വീണ്ടും ബിരിയാണി ഇട്ടായിരുന്നു കേട്ടോ. അപ്പം അത് എന്താ പറയുക, ചെറുക്കനും കൊടുത്തു, ഞാനും കഴിച്ചേ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരി